പ്രൈസ് ദി ലോർഡ്. ദൂരത്തും ചാരത്തുമായിരുന്ന ദേശത്തും വിദേശത്തുമൊക്കെയുമായിരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ പ്രാർത്ഥനയ്ക്കായി ഞാനൊരു ദൈവവചന ഭാഗം വായിക്കുന്നു. 65-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ സകല ജഡവും നിങ്കിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എത്ര രൂക്ഷമായിരുന്നാലും അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ തന്നെ നിങ്ങളോട് ശക്തമായി ദൂത് പറഞ്ഞു തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഏതെങ്കിലും പ്രതിസന്ധി നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയം കേൾക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് കർത്താവേ ആ വിഷയത്തിനകത്തൊരു അത്ഭുതം ചെയ്യണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ സർവശക്തനായ ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കകത്തും ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞോട്ടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ദേശത്തും വിദേശത്തും ഒക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നു. കർത്താവേ, മനുഷ്യൻ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളാൽ നിറയപ്പെട്ട ജീവിതം കർത്താവെ വളരെ ദുസ്സഹമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മാരക രോഗങ്ങൾക്കും പ്രതിസന്ധികൾക്കും കടങ്ങൾക്കും കടബാധ്യതകൾക്കും പലരും വിധേയപ്പെട്ട് കർത്താവെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനവധി ജീവിതങ്ങളെ ഇന്ന് പകൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവർക്ക് ഒരു ആശ്വാസവും സമാധാനവും സന്തോഷം കൊടുക്കണമേ. ജീവിതത്തിൽ കർത്താവ് വിവിധ തലങ്ങളിൽ തകർന്ന തരിപ്പണമായി മരണത്തെ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് കടന്നു പോകുന്ന, ഏത് സമയവും ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന, അതിനുള്ള തയ്യാറെടുപ്പോടെ കൂടിയിരിക്കുന്ന അനവധി പ്രിയപ്പെട്ടവർ കർത്താവേ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും ചെറുതായിരുന്നാലും പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് വിഷയങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവെ ജനം ആ വിഷയത്തിനകത്തൊരു മറുപടി കാണുക, ഒരു ജയം പ്രാപിപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി, പിശാചിൻ്റെ വാക്കുകളിൽ കുടുങ്ങി ജനം നഷ്ടപ്പെട്ടു പോകാതെ ഹല്ലേലൂയ ഒരു മാനസാന്തരത്തിന് അനുഭവം കൊടുക്കണമെന്നായി പ്രാർത്ഥിക്കുകയാണ്. പാടത്തും പറമ്പിലും കോറിയിലും കല്ലോടും മണ്ണിനോടും പണിയെടുക്കുന്നവർ, ഹല്ലേലൂയ തടിയോടും മല്ലടിക്കുന്നവർ, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ വിവിധ കൺസ്ട്രക്ഷൻ മേഖലയിൽ മെക്കാനിക് രംഗത്ത് മോട്ടോർ രംഗത്ത് പണിയെടുക്കുന്നവർ, 2 വീലിലും 3 വീലിലും 4 വീലും ഒക്കെയുമായി യാത്ര ചെയ്യുന്നവരും, ഹെവി വാഹനം ഓടിക്കുന്നവരും, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, യാത്ര ചെയ്യുന്നവർ, ഹല്ലേലൂയ വിവിധ സാഹചര്യങ്ങളുടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരൊക്കെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് കർത്താവേ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം ഇന്ന് പകൽ എല്ലാ വ്യക്തി ജീവിതങ്ങളെയും പകർന്ന് അവർ അനുഭവിക്കുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് കർത്താവെ പ്രശ്നങ്ങൾക്കകത്തൊരു മോചനം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജീവിതം തകർന്ന തരിപ്പണമായി ജീവിക്കാൻ ആഗ്രഹമില്ലാതെ ജീവിതം അടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന അനവധി ആളുകളെ ഇന്ന് പകൽ കർത്താവെ കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവെ അവർക്ക് വേണ്ടി പകൽക്കാലം ആത്മഭാരത്തോടെ അടി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായി പ്രവർത്തിപ്പാൻ, അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും വിടുവിക്കണമേ. ചെറുതും വലുതുമായ അനവധി വ്യാപാരങ്ങൾ ചെയ്ത് ബിസിനസ്സുകൾ ചെയ്ത് പരാജയപ്പെട്ട് കടക്കണിയിലായിരിക്കുന്ന അനവധി പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ മരണം മതി എന്ന് പറഞ്ഞിരിക്കുന്ന അനവധി ആളുകളെ ഇന്ന് പകൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കടക്കണിയിൽ വിടുവിക്കണമേ. പുറത്തിറങ്ങാൻ കഴിയാതവണ്ണം കടക്കണിയാൽ ഭാരപ്പെടുന്ന ജപ്തി നടപടി നേടുന്നവർ, ബ്ലേഡിൽ നിന്നും പലിശയ്ക്കൊക്കെ എടുത്തവർ, ഹല്ലേലൂയ ബാങ്ക് ലോൺ എടുത്തവർ, തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, ജപ്തി നടപടിയുമായി കർത്താവെ ബാങ്കുകാർ വീട്ടിലേക്ക് എത്തുന്ന സമയങ്ങളിൽ വളരെ ഭാരപ്പെടുന്ന അനവധി മാതാപിതാക്കൾ കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ ഓർക്കുന്നു. അവർക്കെല്ലാം ദൈവം സമാധാനം ആശ്വാസം കൊടുത്ത് അവിടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരമായി തീരുവാൻ, ആ വിഷയങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരത്തിനായി പ്രാർത്ഥന കേൾക്കുന്നതിനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ വിഷയത്തെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ ജനത്തോട് ദൈവം സംസാരിക്കണമേ, ഇടപെടണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചെറുതും വലുതുമായ എല്ലാ വ്യാപാരി വ്യവസായികളെയും ഇവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം കർത്താവെ അവർക്ക് വേണ്ടി വെളിപ്പെടുവാൻ, അവരുടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്.
അനവധി ആളുകൾ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. കർത്താവ് അതിനു വേണ്ടി പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ, കണ്ണുനീരിന് മറുപടി കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ. സങ്കടങ്ങളിൽ കർത്താവ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസമായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, രോഗികളായി കിടക്കുന്നവരുണ്ട്. തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ചെവിവേദന, ടോൺസിസ്, തൈറോയ്ഡ് രോഗങ്ങൾ, ചെവിയുടെയും തലയുടെയും ബെടലയൊക്കെ ബാലൻസ് തെറ്റും മൂക്കി ദശ വളരുന്ന മോണസംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹാർട്ടിൻ്റെ വിഷയങ്ങളിൽ, ലെൻസ് സംബന്ധമായ വിഷയങ്ങളെ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ. ഉദര സംബന്ധമായ, യൂട്രസ് സംബന്ധമായ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, എല്ലാ നാട്യനരമ്പ് ജോയിൻറ്റുകളിലും വ്യാപരിക്കുന്ന രോഗങ്ങൾ, എല്ലാ ആമവാദങ്ങളും തൊക്കുവാദങ്ങളും, കർത്താവെ, കാൽമുട്ട് വേദനകളും പെരുമുട്ട് വേദന, അങ്ങനെ തുടങ്ങിയ വിവിധ രോഗത്താൽ കടന്നു പോകുന്നവരുണ്ടല്ലോ. ഹല്ലേലൂയ. കർത്താവെ, ക്യാൻസർ സംബന്ധമായ രോഗങ്ങളാൽ, ബ്ലഡ് ക്യാൻസറുകൾ, കർത്താവേറും ബ്രസ്റ്റ് ക്യാൻസറുകളും, ഹല്ലേലൂയ. കർത്താവെ, മജ്ജയിലും കർത്താവിൻ്റെ കർത്താവെ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസറാൽ ഭാരപ്പെടുന്നവർ, ക്ഷയരോഗം, കുഷ്ഠരോഗം അനുഭവിക്കുന്നവർ, മെൻ്റൽ ഹോസ്പിറ്റലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കും. ഡിപ്രഷൻ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഭൂതബാധ ബന്ധിക്കപ്പെട്ടവർ, കർത്താവ് ദുരാത്മാവിൻ്റെ കെട്ടിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനവധി ജീവിതങ്ങൾക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുകയാണ്. അല്ലേ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം കർത്താവെ സകല ജനങ്ങളിൽ വെളിപ്പെടുമാട്ടയാകണമേ. കർത്താവെ, ഹല്ലേലൂയ. തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ നടുവിൽ ആശ്വാസത്തിൻ്റെ കരനീട്ടി കർത്താവെ ആശ്വാസ സമാധാനം ജനത്തിന് കൊടുത്ത് കർത്താവെ സ്വസ്ഥതയുടെ അനുഭവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടലോരവാസികൾക്ക് വേണ്ടി തീരദേശവാസികൾക്കായി നദിയുടെയും പുഴയുടെയും ആറിൻ്റെയും കായലിൻ്റെയും കടലിൻ്റെയും കർത്താവെ, തോടുകളുടെയും അരുവിയുടെയും പാടത്തിൻ്റെയും കനാലുകളുടെയും കിണറിൻ്റെയും ഒക്കെ അരികിൽ താമസിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കാലവർഷം പലയിടത്തും വെള്ളക്കെട്ടും പ്രയാസങ്ങൾ നേരിടുമ്പോൾ മുൻകാലങ്ങളിലെ പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും അനർത്ഥത്തിൽ വീഴാതെ അവർ കർത്താവിയോടും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചേട്ടനായി ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. പലപ്പോഴും ശ്രദ്ധക്കുറവുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഏറെയാണ്. മരണം പലപ്പോഴും കർത്താവെ, ഹല്ലേലൂയ, വാതിക്കൽ നിൽക്കും, മരണം പടിവാതിക്ക് എത്തി നിൽക്കുമ്പോൾ അതിനെ കർത്താവെ വളരെ സൂക്ഷ്മതയോടെ കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, ജനതങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണമായി കർത്താവ് സ്വയം കരുതലുള്ളവരായി തീരുവാൻ ഞങ്ങൾ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ പലപ്പോഴും പലവിധമായ ചിന്തകൾ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ട് തകർന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, അതിൻ്റെ നടുവിൽ നിന്നൊരു മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യ ശരീരത്തിൽ വിവിധമായ രോഗങ്ങൾ, തൂക്ക സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, വിവിധമായ പ്രതിസന്ധികളാൽ നേരിടുന്നവരെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവർക്കെല്ലാം ആശ്വാസം സമാധാനം കൊടുത്ത് സന്തോഷം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളുടെ നടുവിൽ നിന്നും ഒരാശ്വാസത്തിൻ്റെ കരം നീട്ടുവാൻ കർത്താവെ, ജനത്തിന് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, ശാപത്തെ നീക്കി കർത്താവെ, ജനം ദുർമന്ത്രവാദ ദുർഭോരികളുടെ കയ്യിൽ നിന്ന്, ആഭിചാര മന്ത്രവാദ ഗൂഢോത്ര ക്ഷുദ്രശക്തികളുടെ കയ്യിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുവാൻ, യഥാർത്ഥ സത്യത്തിലേക്ക് ജനം മടങ്ങി വരട്ടനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവെ, ജനത്തിൻ്റെ സകലമായ വിഷയത്തിന്മേൽ സ്വർഗം അത്ഭുതം ചെയ്യണമേ. ഭാവി ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ് വിവിധ ഡിഗ്രികളെടുത്ത് ഉപരിപഠനത്തിനായി, ഹല്ലേലൂയ, ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ദൈവം വഴികൾ തുറക്കണമേ, സാമ്പത്തിക വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ വിദ്യാഭ്യാസം ഡിഗ്രികളെടുത്ത് കർത്താവ് വിവിധ ട്രെയിനിങ്ങുകളൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പല വാതിലുകളും മുട്ടിയിട്ടും ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെയും കർത്താവ് ജോലി കൊടുത്ത് മാനിക്കണമേ. ഹല്ലേലൂയ. വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് പല പ്രയാസങ്ങൾ നേരിടുന്നു. അതെല്ലാം കർത്താവ് മാറി വിദേശത്തേക്ക് കടന്നുപോകാനുള്ള വിസയൊക്കെ ലഭ്യമാകുവാൻ, ആ രാജ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്നവർ പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ജോലിക്ക് കടന്നുപോയിട്ട് യഥാർത്ഥത്തിൽ നല്ലൊരു ജോലി കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ് അവർക്കൊക്കെ നല്ല ജോലി ലഭ്യമാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. കർത്താവ് അവർക്ക് തിരിച്ച് ജോലി കിട്ടുവാൻ, ജോലി പെർമനൻ്റായി തീരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിസയുടെ കാലാവധി കഴിഞ്ഞവർ, പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞവരുണ്ട്. അവർക്കൊക്കെ കർത്താവെ അവിടുന്ന് പുതുവഴി തുറന്നു കൊടുത്ത് അവിടുത്തെ ഗവൺമെൻറ്റുകളോട് ഇടപെട്ട് അവിടെ കർത്താവെ വിസയും കർത്താവെ പാസ്പോർട്ടൊക്കെ പുതുക്കി കിട്ടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ജനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവിടുത്തെ ആശ്വാസത്തിൻ്റെ കരം നീട്ടുമാറാണം പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ. ഇന്ന് പകൽ ഈ ജനത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെട്ട് കിടക്കുന്നവരുണ്ട്, ആക്സിഡൻറ്റ് പെട്ട് കിടക്കുന്നവരുണ്ട്. കർത്താവേ, ജന്മനാ വൈകല്യമുള്ളവർ, ഹല്ലേലൂയ, ഡിപ്രഷൻ രോഗത്താൽ ഭാരപ്പെടുന്ന, കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ, മുടന്തന്മാരും തളർവാദ രോഗികളും, ഹല്ലേലൂയ, ഊമരും ബധിരമായിരിക്കുന്ന ജനത്തെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം കർത്താവ് ആശ്വാസം കൊടുക്കണമേ. ജനം കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ
അതിജീവിപ്പാനുള്ള കൃപ ജനത്തിന് കൊടുക്കണമേ. കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും ഒക്കെ പലരുടെയും ജീവിതത്തിലുണ്ട് കർത്താവേ. ജന്മനാ വൈകല്യമുള്ളവർ, മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേൽപ്പാൻ കഴിയാതെ കിടക്കയിലായിരിക്കുന്നവർ, ഹല്ലേലൂയ, അവരെയൊക്കെ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് വിവിധ ഹോസ്പിറ്റൽ രോഗികളായി കിടക്കുന്നവർ, അവരെയൊക്കെ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവർക്കെല്ലാം സമാധാനവും ആശ്വാസവും സ്വസ്ഥതയും കൊടുക്കണമേ. അവർ കടന്നു പോകുന്ന എത്ര കൊടിയ വേദനയായിരുന്നാലും അതിലെല്ലാം മറുപടി കൊടുക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നീതിയുള്ള കരം വെളിപ്പെടണം. പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് ആശ്വാസവും സമാധാനം കൊടുക്കണമേ. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന കർത്താവേ, തലമുറ കൊടുക്കണമേ. തലമുറയില്ലാത്തതിൻ്റെ പേരിൽ അനവധി കുടുംബജീവിതങ്ങൾ ഛിന്നഭിന്നമായി മാറി കർത്താവെ കുടുംബങ്ങൾക്ക് യഥാസ്ഥാനപ്പെടുവാൻ, വിവാഹം കഴിഞ്ഞ് കർത്താവെ കുടുംബജീവിതം മുന്നോട്ട് നയിപ്പാൻ കഴിയാതെ ഭാര്യഭർത്തക ജീവിതത്തിലുണ്ടായ സംശയങ്ങളും കർത്താവെ അവിഹിതമായ ജീവിതങ്ങളും പല ജീവിതങ്ങളും കുടുംബം ഒറ്റപ്പെട്ടു പോയ ആമേൻ കേരളത്തിലെ കുടുംബ കോടതികൾ ലക്ഷക്കണക്കിന് കേസ് ഡിവോഴ്സിൻ്റെ വക്കിൽ എത്തിക്കിടക്കുമ്പോൾ കർത്താവെ അതിനൊക്കെ ജനം പിടിപ്പിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ, സുവിശേഷൻ്റെ ഭാഗമായി തീരുവാൻ, സത്യത്തിൻ്റെ ആത്മാവിലേക്ക് ജനം മടങ്ങി വന്ന് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിപ്പാൻ ജനത്തിൻ്റെ ആത്മീയ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബജീവിതം തകർന്ന് അല്ലടിയ ഒറ്റപ്പെട്ടു പോയ സഹോദരന്മാർ, മാതാപിതാക്കൾ വിവിധമായ കഷ്ടത്തിലൂടെ സങ്കടം സഹിക്കുന്ന, കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്കെല്ലാം കർത്താവ് ഒരു ആശ്വാസവും സമാധാനം കൊടുക്കണമേ. ലോകമെമ്പാടും ജനം കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ കർത്താവ് എന്നൊരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം കർത്താവേ ജനത്തിൻ്റെ വിഷയത്തിന്മേൽ ഇടപെടണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളൂവേ. ജനം അനുഭവിക്കുന്ന സകല ദുരിതങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ കരം ആശ്വാസമായി നീട്ടുവാൻ, പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ജീവിതം മടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന അനവധി ആളുകളുണ്ട്. ഹല്ലേലൂയ. മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ, ആമേൻ, വിവിധ പ്രതിസന്ധികളാൽ ശാപത്തിൻ്റെ, പാപത്തിൻ്റെ, രോഗത്തിൻ്റെ ബന്ധനങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ഹല്ലേലൂയ. അവർക്കെല്ലാം ദൈവം ആശ്വാസവും വിടുതലിൽ നിന്ന് കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം കർത്താവെ ജനത്തിനു വേണ്ടി വെളിപ്പെടണമേ. അവർ ഏതെല്ലാം വിഷയത്തിന് വേണ്ടി ഭാരപ്പെടുന്നു ആ വിഷയത്തിന് മറുപടിയായി ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. കർത്താവെ, കയറിക്കിടക്കുക ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, അവർക്കെല്ലാം സ്വന്തമായിട്ട് കർത്താവെ ഭവനം കൊടുക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. ഒരു തുണ്ട് ഭൂമിയില്ലാതെ ഭാരപ്പെടുന്നവർ, അവർക്കും കർത്താവെ ആശ്വാസത്തിൻ്റെ കരനീട്ടി വീട് വെക്കുവാനൊക്കെയും ഭൂമി കർത്താവെ അവർക്ക് ലഭ്യമാകുവാൻ വഴികളെ, മുഖാന്തരങ്ങളെ, സാഹചര്യങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ കർത്താവെ വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകൾക്ക് വേണ്ടി ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നീട്ടുവാൻ, അത്ഭുതങ്ങളെ കാണുവാൻ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ജാതിമത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ധനാഢ്യന്മാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലും വ്യക്തരും അശരണരും യാചകരും ഓർഫനേജിലും ഓൾട്ടേജും യുവൽക്കും തടവറയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ. കൗമാരാക്കരായിരിക്കുന്ന അനവധി പെൺകുഞ്ഞുങ്ങൾ കർത്താവെ പലപ്പോഴും ചതിവിൽ അകപ്പെട്ട് അവരുടെ ജീവിതം തന്നെ ഒടുക്കിക്കളയുന്ന അനവധി സംഭവങ്ങൾ, ഹല്ലേലൂയ, അങ്ങനെ ചതിവിൽ അകപ്പെടുത്തുന്ന കർത്താവെ അനവധി ദുഷ്ടശക്തികൾ, ഞങ്ങളുടെ കൗമാരക്കാരായിരിക്കുന്ന പെൺകുഞ്ഞുങ്ങളെ തകർക്കുന്ന അനുഭവങ്ങൾ, അതുപോലെ തന്നെ കർത്താവെ കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ദയ കാണിക്കാതെ അവരെ കർത്താവെ മാരകമായി പീഡനത്തിന് ഇരയാക്കുന്ന അനവധി കരാളന്മാരെയൊക്കെ സന്ദർശിക്കണമേ. കാമുക ബന്ധങ്ങൾക്ക് വേണ്ടി തൻ്റെ കുഞ്ഞുങ്ങളെ സ്വന്തമായി ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുന്ന, ഉപദ്രവിച്ചു കൊല്ലുന്ന, പീഡിപ്പിച്ചു കൊല്ലുന്ന, വെറും ക്രൂരമായി കൊന്നൊടുക്കുന്ന സഹോദരന്മാർ, അങ്ങനെയുള്ള കരാളന്മാരെ, നികഷ്ടന്മാരെയൊക്കെ ദൈവം സന്ദർശിക്കണമേ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യം ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവെ എത്രയോ അപകടങ്ങൾ, എത്രയോ അനർത്ഥങ്ങൾ, ദുരന്തങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കേരളത്തിൽ, ഭാരതത്തിൽ കർത്താവെ ലോകരാജ്യങ്ങളിൽ വെളിപ്പെട്ട ഞങ്ങളത് കണ്ട് കർത്താവെ ഇന്നും ഭാരപ്പെടുകയാണ്. അതിനൊക്കെ ജനത്തിന് മോചനം കൊടുക്കണമേ. ഈ ജനം ചെയ്തു കൂട്ടുന്ന ഹീനമായ പ്രവൃത്തികൾക്ക് ദൈവസനി മറുപടിയുണ്ട്. ദൈവസനി ന്യായം വിധിക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. അന്ന് ഭൂമിയിൽ പക്ഷപാതം ചെയ്യുന്നത് പോലെ പക്ഷപാതം ചെയ്യുവാനോ, ഭൂമിയിൽ ഒരു അഡ്വക്കറ്റിനെ വെച്ച് കേസ് വാദിക്കുന്ന പോലെ കേസ് വാദിക്കാനോ, ഭൂമിയിലെ കോടതി പോലൊരു കോടതിയൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വർഗീയ കോടതിയിൽ, ആ ന്യായവിസ്താര കോടതിയിൽ ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ ഏറ്റുകൊണ്ട് നിത്യമായ നരകത്തിലേക്ക് ജനം കടന്നു പോകാതെ ഹല്ലേലൂയ അതിൽ നിന്നൊക്കെയും ജനത്തിന് മോചനം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്.
അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. പൗലോസ് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ, ഹല്ലേലൂയ, തെറ്റുകൾ തിരുത്തുവാൻ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ, പാപമില്ലാത്ത ജീവിതം നയിക്കാൻ, സമാധാനമുള്ള ജീവിതം നയിപ്പാൻ ഈ ജനത്തിൻ്റെ ആത്മീയ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും ലഹരികൾക്കും അടിമകളായി ചെയ്തു കൂട്ടുന്ന ഹീനവും നീച്ചവും ക്രൂരമായ പ്രവർത്തികൾ അത് പലപ്പോഴും കൊലപാതകത്തിലേക്ക് കലാശിച്ചു കൊണ്ടിരിക്കുന്നു. ഭവനത്തിനകത്ത് അക്രമങ്ങൾ, സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്നവർ, സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർ, സഹോദരന്മാരെ കൊല്ലുന്നവർ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കർത്താവെ മത്സരിക്കുന്നവർ, ഹല്ലേലൂയ, ആ സ്ഥിതിക്കൊരു മാറ്റം കൊടുക്കണമേ. മക്കൾ വളർന്ന് പ്രായമായി കഴിഞ്ഞപ്പോൾ അപ്പനമ്മ അവരെ വേണ്ടാതെ ഓർഫനേജിലും കർത്താവ് ഒരിയോരത്തിലും അമ്പലപ്പറമ്പ് ഉത്സവപ്പറമ്പെങ്കിലും പൂരപ്പറമ്പിലൊക്കെ തള്ളിയിടുന്ന അനവധി സഹോദരിമാർ അങ്ങനെയുള്ള കർത്താവെ നീചഹൃദയമുള്ളവരെയൊക്കെ സന്ദർശിക്കണമേ. ആ വൃത്തസ്ഥാനത്ത് കിടക്കുന്ന മാതാപിതാക്കളോട് ദൈവം കരുണ കാണിക്കണമേ. കുഞ്ഞുങ്ങളെ വേണ്ടാതെ വഴിയോരത്ത് തള്ളി, ഹല്ലേലൂയ, കർത്താവ് ഹോസ്പിറ്റലിൽ തള്ളി, കർത്താവ് ചവിട്ടുകളിൽ തള്ളി, ഹല്ലേലൂയ. പിന്നീട് കുഞ്ഞുങ്ങൾക്ക് സംരക്ഷകരായി പലരും കുഞ്ഞുങ്ങളെ എടുത്ത് വളർന്നത്, ഹല്ലേലൂയ. പല കുഞ്ഞുങ്ങളും കർത്താവ് ഹല്ലേലൂയ ഓർഫനേജിലും അമ്മത്തൊട്ടിലും ഒക്കെ ആയിട്ട് കിടക്കുന്ന അവരെയും കർത്താവ് ആശ്വസിപ്പിക്കണമേ. അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ, ഹല്ലേലൂയ, അവരെയൊക്കെ ആശ്വസിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരോടെയും കർണം കാണിക്കണമേ. ഓർഫനേജ് നടത്തുന്നവരെല്ലാം കർത്താവ് സൂക്ഷിക്കണമേ. അവർക്ക് വേണ്ടുന്ന എല്ലാ വഴികളും മുഖാന്തരങ്ങളും എല്ലാം ദൈവത്താൽ സാധ്യമാകുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന 14 ജില്ലകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കർത്താവ്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്നു. 14 ജില്ലകളായി 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും അന്യസംസ്ഥാന തൊഴിലാളികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മദ്യവും മയക്കുമരുന്നും പാൻമസാല ലഹരി പദാർത്ഥങ്ങളും സുലഭമായി വിറ്റും തിന്നും കുടിച്ചും കർത്താവെ പുളച്ചു മതിച്ച് നടക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളോടൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാൻ അവർ ചെയ്തു കൂട്ടുന്ന ഹീനവും നീച്ച പ്രവൃത്തി വിട്ട് മടങ്ങി വരാനായി പ്രാർത്ഥിക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ കർത്താവെ കഞ്ചാവും ജരസും കാഷിഷും ഹർപ്പും ഹോറിനും പ്രവൻഷോറും, ഹല്ലേലൂയ, വിവിധ ഗുളികകളും ലൈനുകളും, ഹല്ലേലൂയ, സിന്തസ് ഷാമ്പുകളും, ഹല്ലേലൂയ, MDMA പോലുള്ള മാരകമായി വിഷം കൊണ്ടുവന്ന് കേരളത്തിൽ വിറ്റഴിക്കുന്ന അനവധി മദ്യലോബികളെ, മയക്കുമരുന്ന് ലോബികളെ ദൈവം സന്ദർശിക്കണമേ. ഇവിടുത്തെ ബാർ ഉടമകളെയും കർത്താവെ, കള്ളിഷാപ്പ് ഉടമകളെയും ബീവറേജ് ഉടമകളെയും സന്ദർശിക്കണമേ. അനവധി കുടുംബങ്ങളെ തകർക്കുന്ന, അരങ്ങൊടി കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, ഈ നീചകൃത്യം ചെയ്യുന്ന, ഹീനത ചെയ്യുന്ന ജനത്തെയൊക്കെ സന്ദർശിക്കുന്ന ഇവർക്കൊക്കെ മാനസാന്തരം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. മദ്യപാനം കൊണ്ടും കർത്താവ് ഇവർക്കൂത്ത് കൊണ്ടും ദുർനടപ്പ് കൊണ്ടും വ്യഭിചാരം കൊണ്ടും പരസം കൊണ്ടും എത്രയോ കുടുംബങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ നിന്നൊരു മോചനത്തിനാടി എന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം കർത്താവ് ഇന്ന് പകൽ എല്ലാ മേഖലയിലും വെളിപ്പെടാടിയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എല്ലാ കൊട്ടേഷനുകളെയും ഉല്ലാസങ്ങളെയും ഭൂമാവികളെയും ബ്ലേഡ് മാവികളെയും സ്ത്രീമാവികളെയും പിടിച്ചുവരക്കാരും മോഷ്ടാക്കാരും, ഹല്ലേലൂയ, സാമൂഹ്യ വിരുദ്ധരെ, സദാചാര പോലീസുകളെ, എല്ലാ തീവ്രവാദികളെയും ഭീകരവാദികളെയും വർഗീയവാദികളെയും സന്ദർശിക്കണമേ. മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും തമ്മിലടിച്ചും കലഹിച്ചും രക്തച്ചൊരിച്ചും നടത്തുന്ന, രാഷ്ട്രീയ അധികാരത്തിന് കസേരയ്ക്ക് വേണ്ടി രക്തച്ചൊരിച്ച് നടത്തുന്ന രാഷ്ട്രീയക്കാരെ ദൈവം സന്ദർശിക്കണമേ. മതത്തിന് വേണ്ടി കർത്താവ് തമ്മിലടിച്ച് തീവ്രവാദമുള്ള മതതീവ്രവാദികളെ ദൈവം സന്ദർശിക്കണമായി. മത നേതാക്കന്മാരെ സന്ദർശിക്കണമേ. എല്ലാ സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര മാധ്യമ മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്ന സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, ഹല്ലേലൂയ, ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോടെല്ലാം ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാനസാന്തരം കൊടുക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്തു കൂട്ടുന്ന ഹീനമായ പ്രവർത്തികളെ ദൈവം സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ രാജ്യത്തോട് 29 സംസ്ഥാനങ്ങൾക്കായി 7 കേന്ദ്ര പ്രദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, 7 കേന്ദ്ര പ്രദേശങ്ങളായി കർത്താവേ സ്തോത്രം. 6 ലക്ഷത്തിലെ ഗ്രാമങ്ങളിൽ 145 കോടിയിലധികം ജനത്തിൻ്റെ രക്ഷയ്ക്കും വിടുതലും മാനസാന്തരത്തിനുമായി അടിയും പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആ ജനത്തിന് വിടുതൽ കൊടുക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ ഒരു മാനസാന്തരം കൊടുക്കണമേ. ദൈവമാരെ അറിയാൻ കഴിയാതെ കർത്താവെ വിദ്യാഭ്യാസമില്ലാതെ ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ സംസ്കാരമില്ലാതെ കിടക്കുന്ന അനവധി ആളുകൾ ദാരിദ്ര്യ നടിയിൽ കഷ്ടതയോടെ കടന്നു പോകുന്ന ലോകരാജ്യങ്ങളിൽ കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യങ്ങളുണ്ടല്ലോ. ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളായി 800 കോടി തലമുറകൾ
എണ്ണത്തിൽപ്പെടാത്തവർ ഹല്ലേലൂയ അവരെയൊക്കെ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ജീവിതത്തിനകത്ത് ദൈവമേ സമാധാന സ്വസ്ഥത കൊടുക്കണമേ. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമേ അവർക്ക് ആശ്വാസത്തിന് വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിൻ്റെ സ്രോതസ്സുകളില്ലാതെ, നെറ്റ്വർക്കുകളില്ലാതെ, കറണ്ട് സൗകര്യങ്ങളില്ലാതെ, വാഹനങ്ങളില്ലാതെ, ഹോസ്പിറ്റൽ സൗകര്യമോ സ്കൂളുകളോ കോളേജുകളോ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാം ദൈവം സമാധാനം, സന്തോഷം, ആശ്വാസം കൊടുക്കണമേ. സുവിശേഷം എത്താത്ത അനേക സ്ഥലങ്ങളിൽ ദൈവവചനം എത്തേണ്ടായി പ്രാർത്ഥിക്കുന്ന 7093 ഭാഷ സംസാരിക്കുന്ന ലോകരാജ്യങ്ങളിൽ 3093 ഭാഷകൾ മാത്രം, 3000 ചില്ലുവാനും ഭാഷകൾ മാത്രം ബൈബിൾ പൂർണ്ണമായി ഭാഗികമായി എത്തിയിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ വരവ് താമസിക്കുന്നെങ്കിൽ എല്ലാ ഭാഷകളും ബൈബിൾ പ്രിന്റിങ് നടക്കുവാനും അതെല്ലാവരുടെയും കരങ്ങളിലെത്തുവാനും മനുഷ്യൻ സുബോധത്തിൻ്റെ ആത്മാവിലേക്ക് മടങ്ങി വന്ന് പാപത്തിൻ്റെ പ്രവൃത്തികളെ വിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഈ ജനത്തിൻ്റെ ആത്മീയ കണ്ണ് തുറക്കേണ്ടനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ജനത്തോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാവൽ ചെയ്യുന്നവർ, ഞങ്ങളുടെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പോലീസിൻ്റെ വിവിധ സെക്ഷകൾക്കായി പ്രാർത്ഥിക്കും. ക്രമസമാധാന പാലനരംഗത്ത് നയിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുന്നു. എക്സൈസ്, ഫോറസ്റ്റ്, കർത്താവേ, ഫയർ വിഭാഗങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹകരണ മേഖലയും പൊതുമേഖലയും ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, അതോടനുബന്ധമായി പ്രവർത്തിക്കുന്ന അനവധി ആളുകളുണ്ടല്ലോ. അവർക്കെല്ലാം ദൈവമേ സമാധാന സ്വസ്ഥതയും കൊടുക്കണമേ. രാപകലില്ലാതെ കർത്താവേ ഹല്ലേലൂയ കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാം ദൈവം ആശ്വാസം, സമാധാനം കൊടുത്ത്, സ്വസ്ഥത കൊടുത്ത് ഹല്ലേലൂയ ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കണം. സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനം നിറയേണ്ടനായി പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി കൊടുക്കണമേ. ഇന്ന് പകൽ കർത്താവ് ഈ ജനം കടന്നു പോകുന്ന എത്ര വലിയ ദുരന്തമായ കർത്താവ് എത്ര വലിയ പ്രതിസന്ധി നിറഞ്ഞ പ്രശ്നമായിരുന്നാലും അതിൻ്റെ നടുവിൽ ഒരു ആശ്വാസത്തിൻ്റെ കരനീട്ടി കർത്താവ് ജനത്തിന് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ ജനം ഒന്നിച്ച സഹോദരങ്ങളെ പോലെ സ്നേഹത്തിൽ ജീവിപ്പാൻ പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളും ഉൾപ്പെടലുകളും മലയിടിച്ചിലുകളും കർത്താവേ അത് മുഖാന്തരം ദേശം പലപ്പോഴും അനുഭവിക്കുന്ന ന്യായവിധിയിൽ നിന്ന് കർത്താവേ ഹല്ലേലൂയ ജനം തങ്ങളുടെ പാപത്തിൻ്റെ പ്രവൃത്തികളിട്ട് മടങ്ങി വന്ന് കർത്താവേ ദൈവകോപത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തിൻ്റെ കണ്ണുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാൻ, ഈ ജനത്തോട് ദൈവാത്മാവ് ഇടപെടനായി അവർ ചെയ്തു കൂട്ടുന്ന ഹീനവും നീചമായ പ്രവൃത്തിയിൽ നിന്ന് മോചനം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അപാലവൃത്തം ജനങ്ങളെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ജനം സ്നേഹത്തേക്ക് മടങ്ങി വരട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ കർത്താവ് ഈ വിഷയങ്ങൾ ഏൽപ്പിക്കുകയാണ്. പുറത്ത് പറയാൻ വയ്യാത്ത പ്രാർത്ഥന വിഷയങ്ങൾ, രഹസ്യമായി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, അതിനെ നടുവിലും ദൈവം പ്രവർത്തിക്കണമേ. എല്ലാ വിഷയങ്ങളും കർത്താവ് ഞങ്ങൾക്ക് പൊതുവായി പ്രാർത്ഥിക്കാൻ കഴിയില്ലെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ നടുവിൽ കർത്താവിയുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ, ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് കർത്താവ് ചില പ്രാർത്ഥന വിഷയങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതും ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ അതിന് മറുപടിയായി ദൈവം അത്ഭുതം ചെയ്യണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിരാലംബരായിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അവരെല്ലാം കാത്തു സൂക്ഷിക്കണമേ. കണ്ണുനീരിൻ്റെ നടുവിലായിരിക്കുന്ന അനവധി ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ശാപത്തിൻ്റെ പാപത്തിൻ്റെ ബന്ധനങ്ങളെല്ലാം ജനം വിടിവിക്കപ്പെട്ടിട്ട് ഒരു സമാധാനം നിറയട്ടെ കർത്താവേ, സന്തോഷം നിറയട്ടെ. ജനത്തിൻ്റെ ജീവിതത്തിൽ ആശ്വാസം കൊടുക്കണമേ. ഇന്ന് പകൽ കർത്താവയുടെ കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളിൽ ഏതെല്ലാം പ്രതിസന്ധികളാണ് ജനം കടന്നു പോകുന്നത്, അത് വിടുതൽ കൊടുക്കണമായി പ്രാർത്ഥിക്കണം. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി മേഖലയിലെ ആയിരിക്കുന്നവർക്കായി എല്ലാ മേഖലയിലും ആയിരിക്കുന്ന ജനത്തിന് വേണ്ടി ഇന്ന് പകലടിയും നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കണമേ. അനവധി ആളുകൾ കർത്താവേ ഈ ലോകത്തിൻ്റെ സുഖലോലുപങ്ങൾ അകപ്പെട്ട് സ്വയം നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ രക്ഷയ്ക്ക് വേണ്ടി വിടുതലിനായി അവരുടെ മാനസാന്തരത്തിനായി ഇന്ന് പകൽക്കാലം നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം കർത്താവയോട് വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് മനുഷ്യൻ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്നത് മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ് ജീവിതത്തിൽ വളരെ നിരാശയോടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്കൊക്കെ ദൈവം ഒരു ആശ്വാസം, സമാധാനം കൊടുക്കണമേ. കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടാകട്ടെ, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. തലമുറകളെ മദ്യത്തിന്, മയക്ക് ലഹരിയിലേക്ക് അടിപ്പെടുത്തുന്ന എല്ലാ സാത്താനിശ്യത്തെ നീക്കം ചെയ്യണമേ. കർത്താവിയുടെ ഡേ കെയർ, LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിഭാഗങ്ങൾ, അതിൻ്റെ വരസനങ്ങളെ കഞ്ചാവും കള്ളുമൊക്കെ വീക്കുന്ന, മയക്കുമരുന്ന് വീക്കുന്ന എല്ലാ മയക്കുമരുന്ന് ലോബികളെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ PTA കമ്മിറ്റി, സ്കൂൾ എതിർക്കലും അതുപോലെ തന്നെ
ആമി ജനങ്ങളും സ്വാമി കർത്താവെ ഹല്ലേലൂയ ആമി കർത്താവെ ദൈവാധികാരിയും ചേർന്നവരെ ആമി രംഗത്ത് കൊണ്ടുവരുവാൻ അവർ ചെയ്തു കൂട്ടുന്ന ഹീനമായ പ്രവൃത്തി മുഖാന്തരം ഇവിടെ തലമുറ നശിച്ചിരിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഇന്ന് പകൽ ജനം ഒന്നിച്ച് ഉണർന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്നതിനായി ദൈവമേ ഇന്ന് പകൽ ഒരു അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുകയാണ്. തിരമാലകൾ അടിച്ചു വരുമ്പോൾ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ നിന്നൊരു മോചനത്തിനായി ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല ജനത്തെ കടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണമേ യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.